അപ്പോൾ നമുക്കൊരു മുട്ട കൊണ്ടുള്ള വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ അതിനുണ്ടാക്കാനായിട്ട് ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സവാള, മല്ലിയില, പിന്നെ നമ്മളിത് കോളിഫ്ലവർ ഉണ്ട്, അതേപോലെ 2 ബീൻസ്, ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് സാധനങ്ങൾ, പിന്നെ ആഫ്രിക്കൻ മല്ലിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് അരി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, ഇത് ഇത്തിരി നീളമുള്ള അരിയാണ്, എനിക്കിതിൻ്റെ പേര് അങ്ങോട്ട് അറിയില്ല. അപ്പോൾ ഈ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. പക്ഷേ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും അതെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇതിലേക്ക് വലിയ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. പക്ഷേ ഞാൻ കോളിഫ്ലവർ ഉണ്ടായിരുന്നത് കൊണ്ട് അതെടുത്തതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു മുട്ട വേണം. അപ്പം ഞാനിത് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കുരുമുളകൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വറക്കണം. അപ്പോൾ ഞാനതിന് മൈദയിൽ ഇപ്പോൾ വറക്കാനായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യിലാണ്. അപ്പോൾ നെയ്യിൽ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ കാരണം മോള് പറഞ്ഞു അവൾക്ക് നെയ്യിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ നെയ്യിലധികം എടുക്കാറില്ല, ഇവിടെ മോൾക്ക് നെയ്യിൻ്റെ അധികം പറ്റാറില്ല. പക്ഷെ അവൾ നെയ്യിൽ ഉണ്ടാക്കി നോക്കുക അമ്മ എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ കാരണമാണ് ഞാനിവിടെ നെയ്യ് എടുത്തത്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കുടഞ്ഞ മതി, ഇതാകുമ്പോൾ ഫ്രൈ ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമ്മളതുപോലെ കോളിഫ്ലവർ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ വറക്കണമുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ കുറച്ചൊന്ന് ഫ്രൈ ആയി വരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉരുളൻകിഴങ്ങ് നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ക്യാരറ്റ് നമ്മൾ അത്ര ആകുമ്പോഴേക്കും കരിഞ്ഞ് പോകണ മാതിരിയാവും. അപ്പോൾ അതിൻ്റെ ഹാഫ് ഒന്ന് ആവണോട് കൂടിയിട്ട് നമ്മളിത് ഇട്ട് കൊടുത്താലാണ് നമുക്കിതാവുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഏതാണ്ട് ആയപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബീൻസും ക്യാരറ്റും ഉരുളൻകിഴങ്ങും എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി ഫ്രൈ ആയിട്ട് എടുക്കാം. ഒപ്പം തന്നെ നമുക്കിനി സവാള ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കരുത്, ഇതൊക്കെ ഒന്നായി വരുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ സവാളയും വേഗം ഇതായി പോവില്ലേ. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നല്ലോണം ഒന്ന് ആയി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു മുട്ട എടുത്തുള്ളൂ, നിങ്ങൾക്ക് മുട്ട എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പോൾ ആ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുത്തിപ്പൊരിക്കില്ലേ നമ്മൾ, അതേപോലെ ഒക്കെ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം ആക്കി എടുക്കുക. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ റൈസ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ വേവിച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് റൈസ് ഇളക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് സ്പൈസി ആവാൻ മാത്രം വേറെ മുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുരുമുളക് ആകുമ്പോൾ നല്ലതാണ് നമുക്ക്. അപ്പോൾ വേറെ മസാലകളായിട്ട് നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ ആയപ്പോൾ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുകയല്ല. ഇത് കഴിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ കൂടെ ഓരോ വായ കഴിക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവറും കൂടി എടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.